ഇൻഡിഗോ വിമാനത്തിലെ പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ ഇ.പി. ജയരാജനെതിരെ മൊഴി നൽകിയതിന് പിന്നാലെ നിരന്തര വധഭീഷണിയെന്ന് ഫർസീൻ മജീദ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ഫർസീൻ പരാതി നൽകി. ചൊവ്വാഴ്ചയാണ് വലിയതുറ പോലീസിൽ മൊഴി നൽകിയത്. മഹേഷ് ജൂൺ മാത്യു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. മഹേഷ്, ആരാണ് ഈ ഭീഷണി സന്ദേശവുമായി എത്തിയത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മി, ഇത് CPM അനുകൂല പ്രവർത്തകരാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് സംശയിക്കുന്നത്. കാരണം ചൊവ്വാഴ്ചയാണ് ഫർസീൻ മജീദ് വലിയതുറ പോലീസിലെത്തി കേസുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയത്. ഈ മൊഴിയിൽ ഇ.പി. ജയരാജൻ തന്നെ തങ്ങളെ വധിക്കാൻ ശ്രമിച്ചുവെന്നും ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം തങ്ങൾക്കെതിരെ നടത്തിയെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാനായിരുന്ന അനിലടക്കമുള്ള ആളുകൾ തന്നെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യമെല്ലാം കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഭീഷണി കോളുകൾ തുടങ്ങിയത്. കുടുംബത്തെയും അതുപോലെ തന്നെ തന്നെയും ആക്രമിക്കും എന്ന് പറഞ്ഞാണ് ഈ കോളുകൾ എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ഫർസീൻ മജീദ് നിലവിൽ നൽകിയിട്ടുള്ള പരാതിയിൽ വ്യക്തമായും പറയുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് വലിയ രീതിയിലുള്ള ഭീതിയുണ്ട്. എത്രയും വേഗം അടിയന്തരമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. 4 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്, നമുക്കറിയാവുന്നതുപോലെ. അതിനുശേഷം വലിയ രീതിയിലുള്ള വകുപ്പ് തല നടപടികളടക്കം നേരിടേണ്ടി വന്ന ഒരാളാണ് ഫർസീൻ മജീദ്. ആദ്യഘട്ടത്തിൽ ഏവിയേഷൻ നിയമപ്രകാരം അടക്കം ഇദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നിരുന്നു. പിന്നീട് ഏറ്റവും അവസാനം 307 എന്നുള്ള കേസാണ് ഫർസീൻ മജീദിന് അതുപോലെ തന്നെ അന്ന് കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെയും എടുത്തിട്ടുള്ളത്. കേസിൽ 1-ാം പ്രതിയാണ് അദ്ദേഹം. അതിന് പിന്നാലെയാണ് ഇവർ മറിച്ച് ഈ ഒരു കേസ് കൊടുക്കുന്നത്. അതായത് ഇ.പി. ജയരാജനും ഈ ഗൺമാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ PS ആയിരുന്ന ആളും തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നത്. ഈ കേസിലാണ് കഴിഞ്ഞ ദിവസം വലിയതുറ പോലീസിലെത്തി മൊഴിയും രേഖപ്പെടുത്തിയത്. എന്തായാലും തങ്ങളെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഫർസീൻ മജീദും പങ്കുവയ്ക്കുന്നത്. ലക്ഷ്മി.